കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്നു MC ജോസഫ്. അന്ധവിശ്വാസങ്ങളോടുള്ള സന്ധിയില്ലാത്ത സമരമായിരുന്നു അദ്ദേഹത്തിൻ്റെ സുദീർഘമായ ജീവിതം. 1887 ജനുവരി 6 തൃപ്പൂണിത്തുറയിൽ ജനനം. പിതാവ് മൂക്കഞ്ചേരിൽ കുഞ്ഞിച്ചെറിയ, മാതാവ് കുഴിയാഞ്ഞാൽ കുഞ്ഞാമറിയം. കോളേജ് പഠനം ആരംഭിച്ചെങ്കിലും തുടരാനായില്ല. ഇടക്കാലത്ത് മലബാർ ഹെറാൾഡ്, കൊച്ചിൻ ആർഗസ് എന്നീ പത്രങ്ങളുടെ ലേഖകനായി. പിന്നീട് ദിവാൻ പേഷ്ണരുടെ ഓഫീസിൽ ജോലി ലഭിച്ചെങ്കിലും അതുപേക്ഷിച്ച് തിരുവനന്തപുരത്ത് പ്ലീഡർഷിപ്പ് പരീക്ഷയ്ക്ക് ചേർന്നു. 1913 പ്ലീഡർ പരീക്ഷ ജയിച്ച് ചേർത്തലയിൽ വക്കീലായി പ്രവർത്തനം തുടങ്ങി. അനന്തരം ഇരിങ്ങാലക്കുടയ്ക്ക് മാറിയ ജോസഫ് അവിടം പ്രവർത്തന കേന്ദ്രമാക്കി. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സഹോദര സംഘത്തിലൂടെ പൊതുരംഗത്തെത്തി. മിശ്രഭോജനം, മിശ്രവിവാഹം തുടങ്ങിയ പരിപാടികളിൽ സജീവമായി. 1929 ഓഗസ്റ്റിൽ എറണാകുളത്തുനിന്ന് സഹോദരൻ അയ്യപ്പൻ പത്രാധിപരായി യുക്തിവാദി മാസികയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ചു. എം രാമവർമ്മ തമ്പാൻ, മിതവാദി സി കൃഷ്ണൻ, CV കുഞ്ഞുരാമൻ, MC ജോസഫ് എന്നിവരായിരുന്നു പത്രാധിപ സമിതി അംഗങ്ങൾ. അയ്യപ്പന് മാസിക നടത്താൻ കഴിയാതെ വന്നപ്പോൾ ജോസഫ് ചുമതല ഏറ്റെടുത്തു. 1931 മുതൽ ഇരിങ്ങാലക്കുടയിൽ നിന്ന് യുക്തിവാദിയുടെ പ്രസിദ്ധീകരണം തുടർന്നു. ഒരു ലക്കവും മുടങ്ങാതെ കറുപ്പിലും വെളുപ്പിലുമായി പുസ്തക രൂപത്തിൽ 45 വർഷം അദ്ദേഹം മാസിക പ്രസിദ്ധീകരിച്ചു. മാസികയുടെ പ്രിൻ്ററും പബ്ലിഷറും എഡിറ്ററുമെല്ലാം അദ്ദേഹം തന്നെയായിരുന്നു. പുരോഗമന ചിന്താഗതിക്കാരും യുവാക്കളും ശ്രദ്ധാപൂർവം വായിച്ചിരുന്ന മാസികയിൽ ജോസഫ് സ്ഥിരമായി എഴുതി. സാമൂഹികാവസ്ഥകളെ ശാസ്ത്രബോധത്തോടെ വീക്ഷിക്കാനും യുക്തിയുടെ ഉരകല്ലിലൂടെ മാത്രം മുന്നോട്ടു പോകാനും പ്രേരിപ്പിക്കുന്ന കുറിപ്പുകളായിരുന്നു അവ. ആ കുറിപ്പുകൾ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ആധാരശിലകളായി മാറി. മിശ്രവിവാഹം, യുക്തിവാദ സംഘം എന്നിവയുടെ മുഖപത്രമായും മാസിക പ്രവർത്തിച്ചു. 1952 അദ്ദേഹം അഭിഭാഷക വൃത്തിയിൽ നിന്ന് വിരമിച്ചു. അന്ധവിശ്വാസങ്ങളെയും അതതു കാലഘട്ടങ്ങളിൽ കൊട്ടിഘോഷിക്കപ്പെട്ട ദിവ്യാത്ഭുത പ്രഘോഷണങ്ങളെയും തൻ്റെ ലേഖനങ്ങളിലൂടെ MC ജോസഫ് തുറന്നുകാട്ടി. സാമൂഹിക രംഗത്തു മാത്രമല്ല, രാഷ്ട്രീയ മണ്ഡലത്തിലെ ജനാധിപത്യ വിരുദ്ധവും ജീർണിച്ചതുമായ പ്രവണതകളെയും അദ്ദേഹം ശക്തിയുക്തം എതിർത്തു. സ്വന്തം പത്രവുമായി ഇഴുകിച്ചേർന്ന സവിശേഷ വ്യക്തിത്വവും ജോസഫിനുണ്ട്. യുക്തിവാദി MC ജോസഫ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. എഴുതിയതും പറഞ്ഞതുമൊക്കെ പ്രാവർത്തികമാക്കിയ അദ്ദേഹം 1981 ഒക്ടോബർ 26 94 വയസ്സിൽ അന്തരിച്ചു. ആഗ്രഹിച്ച പ്രകാരം ശരീരം വൈദ്യശാസ്ത്ര പഠനത്തിന് വിട്ടു നൽകി. പ്രബോധനം, യുക്തിപ്രകാശം, ആശയസമരം, തിരഞ്ഞെടുത്ത കുറിപ്പുകൾ, ചിന്താവിപ്ലവം, നാസ്തിക ചിന്ത, സ്വതന്ത്ര ചിന്ത, കുട്ടിച്ചാത്തൻ, ജ്യോത്സ്യം, ഒരു കപടശാസ്ത്രം, പുനർജന്മസ്മരണകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ.